1 തെസ്സലോനിക്കർ 1:3. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്ഥിരത എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. മക്കളോട് നമ്മൾ പറയും സ്ഥിരമായി സ്കൂളിൽ പോകണമെന്ന്. സഭാരാധനയെ ഉപേക്ഷയായി വിചാരിക്കരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുമ്പോൾ സഭാരാധനയ്ക്ക് പോകുന്നതിൽ സ്ഥിരത വേണമെന്ന് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നു. ഇവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള നമുക്കുള്ള പ്രത്യാശ സ്ഥിരതയുള്ളതായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. യേശു ക്രിസ്തു മടങ്ങി വരും എന്ന പ്രത്യാശ, നിത്യമായി നാം കർത്താവിനോട് കൂടെ വാഴും എന്നുള്ളത്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത്, മറുപടി തരും എന്നുള്ളത്, ഇതൊക്കെ നമുക്ക് പ്രത്യാശ തരുന്ന വിഷയങ്ങളാണ്, നമുക്ക് പ്രതീക്ഷ നൽകുന്നവയാണ്. ഈ സ്ഥിരത നമുക്കില്ല എങ്കിൽ നമ്മുടെ ജീവിതം തകർന്നു പോവുക തന്നെ ചെയ്യും. ദൈവത്തിൽ പ്രത്യാശയില്ല എങ്കിൽ മറ്റെന്തിലെങ്കിലും നാം പ്രതീക്ഷ വയ്ക്കും. അത് ഇരുട്ടിൻ്റെ അധികാരത്തിൻ്റെ കൈകളിൽ നമ്മെ എത്തിക്കുവാനിടയായിത്തീരും. കർത്താവിനെക്കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത നമ്മിൽ വളരുവാൻ ഇടയാകട്ടെ. യെശയ്യാവ് 26:3 സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു എന്ന് നാം വായിക്കുന്നു. സ്ഥിരമായ ഒരു മനസ്സുള്ള വ്യക്തിക്ക് യഹോവയിലുള്ള ആശ്രയവും സ്ഥിരമായിരിക്കും. അങ്ങനെ കർത്താവിൽ സ്ഥിരതയുള്ളവരെ ദൈവം പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു എന്ന് വചനം പറയുന്നു. ലോകത്തിൽ ആർക്കും ഒന്നിനും നമുക്ക് പൂർണ്ണ സമാധാനം നൽകുവാൻ കഴിയുകയില്ല. ദൈവസന്നിധിയിൽ നിന്ന് മാത്രമാണത് ലഭിക്കുന്നത്. കാരണം യേശു കർത്താവ് സമാധാന പ്രഭുവാണ്. സ്ഥിരമാനസനായി നമുക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കാം. വിലമതിക്കാനാവാത്ത സമാധാനം ദൈവം നമുക്ക് തരും. സങ്കീർത്തനം 119:133 എൻ്റെ കാലടികളെ നിൻ്റെ വചനത്തിൽ സ്ഥിരമാക്കണേ എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു. വചനത്തിൽ സ്ഥിരമായൊരു ജീവിതമാണ് നമ്മുടേതെങ്കിൽ നമുക്ക് നമ്മുടെ ആത്മീയ ഭൗതിക മേഖലകളിലൊക്കെ സ്ഥിരത കാണുവാനിടയായിത്തീരും. ഉറപ്പോടും ധൈര്യത്തോടും കൂടെ നമുക്ക് ആയിരിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ കർത്താവിലുള്ള പ്രത്യാശയിലും ആശ്രയത്തിലും വചനത്തിലുമൊക്കെ നമുക്ക് സ്ഥിരതയുള്ളവരായിരിക്കാം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾ സ്ഥിരതയുള്ളവരായി നിലനിൽക്കുവാനിടയാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗാഡ് ബ്ലെസ് us all.